തപ്പുപോയി 8 അടി ഉണ്ട് 10 അടിയാണ് അങ്ങനുണ്ട്. കൊക്കിന് വെച്ചത് ചക്കിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫിലോപ്പിനാണ് നമ്മൾ നോക്കിയത്, കിട്ടിയത് കരിമീൻ കുഞ്ഞായി പോയി. സ്പോട്ടിൽ ഡെഡായി പോയി ഗൈസ്. ഒറ്റടി ഫൈനൽ ഗൈസ്. മീനടിക്കാൻ വേണ്ടി കാട്ടി കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മീൻ പൊങ്ങിയെന്നും പറഞ്ഞ് നമുക്കൊരു വിവരം കിട്ടിയിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവരം തന്നാളെ ഞാൻ കാണിച്ചു തരാം. ഒരു വിവരം കിട്ടവനാണ് വിവരം തന്നത് ഇവൻ ഗൈസ്. ഓ അയ്യോ പോയാനിപ്പോ അതെ മതലൊക്കെ ചാടി വന്നോട്ട് വരാനായിട്ട് മീൻ പിടുത്തത്തിൽ. കാരണം ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നുമില്ല കറക്റ്റായിട്ട്. ഓരോരുത്തർ ചാടി ചാടി വന്നേ. ഇതാണ് സ്പോട്ട് കേട്ടോ. സാധനം ഇഷ്ടം പോലെ മീനായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ വരാൻ പറ്റിയില്ല, അത് പറ്റിപ്പോയി. മഴ ഏകദേശം ഒന്ന് മാറി നിൽക്കണാണ്, എന്നാലും മീനുണ്ട്. ഫസ്റ്റത്തെ പുല്ലാണ് കേട്ടോ ഗൈസ്. ഫസ്റ്റത്തെ പുല്ലൻ എടുത്തു കേട്ടോ. ചാട തപ്പുപോയി 8 അടിക്ക് രണ്ടായി പോയിട്ടാ. തലക്കെട്ടാണ് അടിയിട്ട് പറഞ്ഞത്. പിടച്ചു വരില്ല, കണ്ണി കൂടി കയറിക്കണം കേട്ടാ. സ്പോട്ട് ഡെഡാ ഒരുക്കോ സ്പോട്ട് ഡെഡാ. ഉണ്ട് 10 അടിയാണ്. നല്ല എനിക്കൊന്ന് ഓർമ്മ. ഇത്രയും വലുതാണെന്ന് നമ്മൾ ചെറുതായിട്ടാണല്ലോ നമുക്ക് തോന്നിയത് കണ്ടിട്ട്. നല്ല സൈസാണ്, കുഴപ്പമില്ല. ഒരു 400 ഗ്രാം ഉണ്ടാവും. 100 എടുത്തു. ഓ ഗൈസ് മഴ വന്നിട്ടുണ്ട്. മഴ പെയ്തിട്ട് എല്ലാവരും കൂടി പോസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. മീൻപിടുത്തക്കാരൊക്കെയും പോക്കും പടിയൊക്കെ ആയിട്ട് ഇരിക്കും. പക്ഷെ മഴ മാറാൻ വെയിറ്റ് ചെയ്തിരിക്കുക. മീനിൻ്റെ ഇഷ്ടം പോലെ മഴ മാറിക്കഴിഞ്ഞാൽ പൊളിക്കും ഞങ്ങൾ. സൂര്യദേവാണ് നമ്മുടെ മെയിൻ ഫിഷിങ്ങിൻ്റെ മെയിൻ ആളത്. ഞാൻ എന്തൊക്കെ മീൻ പിടിച്ചിട്ടുണ്ടോ നീ? എന്തൊക്കെ മീൻ പിടിച്ചു നീ? എങ്ങനെ പിടിക്കും നീ? കോരി പിടിക്കുമോ? മീനൊക്കെ ഇപ്പോൾ കോരി പിടിക്കുന്ന ആളാണ്ട് ഇവൻ. ഇവിടെ നോക്കണേ, ക്യാമറയിൽ നോക്കണ ഒരു കള്ളലക്ഷണം ഉണ്ടോ എന്നെ നോക്കിയിട്ട്. ഗൈസില്ല കല്ലിൻ്റെ സൈഡിൽ കണ്ടു നിൽക്കുന്നത്. അടിച്ചു നോക്കാം, ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനുണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. വന്നിട്ടോ മീനെത്തി ലാൻഡ് ചെയ്ത് നല്ല മുഴുത്ത നല്ല പ്ലേറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ ഇനിയിപ്പോൾ അടുത്തതിന് നോക്കാൻ വേണം. ഒരുക്കോ ഊരുണ്ട് കേട്ടോ പിള്ളേർ. കാരണം മീനുണ്ട് ഇഷ്ടംപോലെ ഇവിടെ. പക്ഷെ നമുക്ക് എല്ലാത്തിനും അടിക്കാൻ പറ്റില്ല. കാരണം വെച്ചല്ലേ നമുക്ക് മഴയാണ് ഇവിടെ കൂടുതൽ. ഇതിന് ഊരിട്ട് അടുത്തതിനെ നോക്കാം. ഓക്കെ ഗൈസ്. 250 ഗ്രാമുള്ള ഉറത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ത്രാസം തൊട്ട് ഉപ്പ് ഒഴിക്കും.
ഓടാനുള്ള പരാക്രമം പിടിക്കും ലോബി ഇടണം. കറക്റ്റ് 250 ഗ്രാം ഉണ്ടാവും ഇത്. അങ്ങനെ തൂക്കിയാലും 250 ഗ്രാം. ഓ ഉണ്ട് 200 ഗ്രാം. നമുക്ക് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞാണ് തന്നെ കേട്ടോ. പട്ടികൾ. അയ്യോ ഇത് ആരെങ്കിലും താഴെ ഗൈസ്. കൊക്കിന് വെച്ചത് ചക്കിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫിലോപ്പിനാണ് നമ്മൾ നോക്കിയത്. കിട്ടിയത് കരിമീൻ കുഞ്ഞായി പോയി. ഓ 10 ഗ്രാം പോലും ഇല്ലെന്നുണ്ട്. ചെറിയ പുല്ലാൻ മണ്ണുണ്ട്. അതിനടിക്കുന്ന മണ്ണെടുത്ത് സ്പോട്ടില് ഡെഡായി പോയി ഗൈസ്. റോക്കറ്റ് ഇത് ചെറുതല്ലടെ വലുതാണുള്ളത്. ചെറുതാന്നുള്ള വെള്ളത്തിൽ വെച്ചിട്ടുണ്ടപ്പോൾ ഓർത്ത് ഇതൊക്കെ സ്പോട്ടിൽ ഡെഡാണ്ട്. ഇതൊക്കെ ഈ കമന്റ് അടിക്കണവന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണത് ചത്ത മീനെ അടിച്ചെടുക്കണല്ല, ലൈവായിട്ട് പിടിക്കണുണ്ട്. ഒറ്റടി ഫൈനൽ ഇട്ടാ സാധനം അടിച്ച് ലോങ് സൈറ്റ് ആണ്. മോനെ ഹെഡ് ഷോട്ടാണ്. അതാണ് പെട്ടെന്ന് ഡെഡായി പോണം കേട്ടോ. ചത്ത മീനല്ല. കമന്റ് കോളികൾക്ക് പ്രത്യേക ശ്രദ്ധയ്ക്ക് ചത്ത മീനല്ല ഇത്. ഇപ്പൊ ലൈവ് അടിച്ചെടുത്ത സാധനമുണ്ട്. അതാ മോനെ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മളിത് തിരിച്ചു പോകണേ കേട്ടോ. കാരണം മീനുണ്ട് ഒരുപാട്. കാരണം നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. വിശക്കുന്നുണ്ട് നല്ലപോലെ. നേരെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കൂ കേട്ടോ. ഓക്കെ. ചേക്കണ മീനാണ് ഇതൊക്കെ. അതെ 2 ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മഞ്ഞക്കൂരി എന്താ കാണിച്ചാൽ മഞ്ഞക്കൂരി കാണിച്ചു കൊടുത്താൽ ഹെവി മഞ്ഞക്കൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഒരു വലിയ മഞ്ഞക്കൂരിനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുമാതിരി വലക്ക് കൂരി എടുത്താണ്ട് ഈ ടീമുകൾ. 2 ഞണ്ടും ഉണ്ട്. ചെറിയ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തന്നുകൂടിയുണ്ട് കറി വെക്കാൻ വേണ്ടി. അതെ. പിന്നെ നമ്മൾ കുറച്ച് മീൻ അടിച്ചെടുത്താറുണ്ട്. പിലോപ്പി ഇതേ കിടക്കണതിനൊക്കെ നമ്മൾ അടിച്ചെടുത്താണ്. പിന്നെ ഈ കവറി കാണുന്നതിനൊക്കെ അടിച്ചെടുത്താണ്. കാലൊക്കെ പിടിച്ചോ? ഓരോരുത്തരും ചവിട്ടി പിടിച്ചിട്ടുണ്ട് അവിടെ. ഗൈസൊക്കെ നമ്മുടെ ലക്കി ഡ്രോയിന് ഇനി വെറും 7 ദിവസമുണ്ട്. അപ്പോൾ കൂപ്പൺ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ 100 രൂപ ഗൂഗിൾ പേ ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അപ്പോൾ നമ്മൾ കൂപ്പൺ അയച്ചു തരും. ഈ വരുന്ന 2-ാം തീയതിയാണ് നറുക്കെടുപ്പ് വരുന്നത് കേട്ടോ. ജൂൺ 2. അതായത് നമ്മൾ ഇതേപോലത്തെ 10 ഗണ്ണാണ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ഓക്കെ ഗൈസ്.